ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി കയറി അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേലക്കലുള്ള വെങ്ങാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശിവൻ്റെ അമ്പലമാണ് ഉണ്ടത്. അപ്പോൾ ഇവിടെ അഷ്ടമി മഹോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കാണാനായിരുന്നു. പണ്ട് സ്ഥിരം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു. അത് ഗംഭീര ആഘോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങളൊക്കെ ചുരുക്കിയിട്ടാണ്. അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നിറയെ ആൾക്കാരാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ല, അമ്പലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറിയും കാണുകയാണ്. ചേലക്കരയിൽ തന്നെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ് ഈ ശിവൻ്റെ അമ്പലം. വെങ്ങാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, അച്ഛനും മുന്നോട്ടേക്ക് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ ദീപാരാധനയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്നു. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഫോട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ആനകളൊക്കെ നിൽക്കണതൊക്കെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പൊരി അലുവൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.